തിമത്തിയോസിനോട് പോൾ പറയുന്നൊരു പദമുണ്ട്, നീ കേട്ട പ്രവചനത്തിനനുസരിച്ച് ഞാൻ നിന്നോട് ചിലത് ആജ്ഞാപിക്കും. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോഴേ കുഞ്ഞല്ലേ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ തിരി? പക്ഷെ എനിക്ക് ഒരു 3 വയസ്സ് വരെയൊക്കെ നമുക്ക് അങ്ങനെ പറയുന്നുണ്ട്, കുഴപ്പമില്ല, കുഞ്ഞല്ലേ, സാരമില്ല. പക്ഷെ അത് കഴിയുമ്പോൾ തൊട്ട് നമ്മളൊന്ന് നിയന്ത്രിച്ച് തുടങ്ങണം. അല്ലെങ്കിൽ ഈ കുഞ്ഞല്ലേ എന്ന് ചോദിച്ചില്ലേ, നമ്മുടെ തലയിൽ കയറി ഇരിക്കുന്നത്. ഇവർക്ക് ഇവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വതക്കുറവ് ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പ്രായത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു ഒരു ത്വരകത്തുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ പൗലോസ്ലീഹ ഈ വാക്ക് തിമത്തിയോസിനോട് പറയുമ്പോൾ തിമത്തിയോസിൻ്റെ പ്രായം എന്നാണെന്നറിയാമോ? ടീനേജില്ല, 16 വയസ്സ് കഴിഞ്ഞ് 17 വയസ്സ്, 16 വയസ്സ് കഴിഞ്ഞ് ടീനേജില്ല എന്ന് വെച്ചാൽ ആ ഒരു റിബല്യസ്നെസ് ഉള്ള പ്രായം, ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാനുള്ള ത്വര അകത്തുണ്ടാകുന്ന പ്രായം. ഈ സമയത്ത് 1ാമത്തെ ലെറ്റർ ഈ മനുഷ്യൻ എഴുതുക, ഇത്രയും 3ാം സ്വർഗത്തോളം പോയി ഈ മനുഷ്യൻ ഈ കൊച്ചു ഇറങ്ങി ഈ ലേഖനം എഴുതുക. എന്നിട്ട് ഈ കാനോണിക്കൽ സ്കെയിൽ പ്രകാരം ഇത് തുന്നിക്കെട്ടിയപ്പം പരിശുദ്ധാത്മാ പറഞ്ഞു, ഭയങ്കര ഇമ്പോർട്ടൻ്റാ, ഒരു ടീനേജുകാരൻ എൻ്റെ അഭിഷിക്തൻ എഴുതിയ ലെറ്ററുകളുണ്ട്, അതുകൂടെ തിരികെ കയറ്റിയേക്കാൻ. അതിനകത്ത് പൗലോസ് തിമത്തിയോസിനോട് പറയുന്ന പദം, മോനെ തിമത്തിയോസേ, നിന്നെ പറ്റി മുമ്പുണ്ടായിട്ടുള്ള പ്രവചനങ്ങൾ കേക്ക്. മക്കളുമാരെല്ലാം ദൈവമക്കളും കുഞ്ഞുങ്ങളെല്ലാം പ്രവചനമൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളവരല്ലേ? ഈ നിങ്ങൾ കേട്ട പ്രവചനം എന്ന് നിങ്ങളുടെ തലയ്ക്കകത്ത് കൊണ്ടുപോവാ. എന്നിട്ട് ബാക്കി ഈ വാക്യം കേൾക്കണം. നിന്നെ പറ്റി മുമ്പുണ്ടായിട്ടുള്ള പ്രവചനം, അതെല്ലാം എനിക്കറിയാവണം മോനെ. അതിലേക്ക് നിന്നെ എത്തിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് സജസ്റ്റ് ചെയ്യാമെന്നല്ല, ഞാൻ നിന്നോട് ആജ്ഞാപിക്കും, ഞാൻ നിന്നോട് കൽപ്പിക്കും. നീ അത് അനുസരിക്കണം. നീ കേട്ട പ്രവചനം നിന്നോട് പറഞ്ഞത് ദൈവമാ. പറഞ്ഞ ദൈവം അത് പ്രവർത്തിക്കാൻ വിശ്വസ്തനാ. പക്ഷെ പറഞ്ഞ ദൈവം ഒരു കാര്യം കൂടെ ചെയ്തു, പറഞ്ഞിട്ട് നിന്നെ അവിടെ എത്തിക്കാൻ ചിലരെ ദൈവം അപ്പോയിന്റ് ചെയ്യുകയും കൂടെ ചെയ്തു. അങ്ങനെ ദൈവം നിയമിച്ചവന്റെ വാക്ക് കേട്ടനുസരിച്ചാലേ നീ കേട്ട പ്രവചനത്തിൽ നീ എത്തത്തുള്ളൂ. കേൾക്കുന്നുണ്ടോ ദൈവസഭ? കേൾക്കുന്നുണ്ടോ ദൈവസഭ? ഇല്ല പാസ്റ്ററെ, എന്നെ പറ്റി ഭയങ്കര ഇന്റർനാഷണൽ പ്രവചനങ്ങളുണ്ട്. പറഞ്ഞത് ദൈവമല്ല, ദൈവം ചെയ്തോളൂ, എനിക്കൊരു മനുഷ്യന്റെ ആവശ്യമില്ല. അങ്ങനെ മനുഷ്യന്റെ ആവശ്യമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. യേശു കർത്താവ് എങ്ങനെ വളർന്നു വന്നത്? അവൻ ദൈവത്തിന്റെ കൃപയിൽ മാത്രമല്ല, അവൻ ദൈവത്തിന്റെയും അവൻ മനുഷ്യന്റെയും കൃപയിൽ മുതിർന്നു വന്നു. ഏത് മനുഷ്യൻ ദൈവം നിന്റെ തലയ്ക്ക് മീതെ ആക്കി വെച്ച ഉപദേഷ്ടാവിനെ you should obey him. ദൈവസഭ കേൾക്കുന്നുണ്ടോ? വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാ, അത് നിറവേറ്റും. പക്ഷെ അതിലേക്കൊരു വഴിയുണ്ട് കുഞ്ഞുങ്ങളെ. അത് പൗലോസ് അപ്പച്ചന്മാരുടെ കയ്യിലാ. അല്ലേ? പൗലോസിനെ അങ്ങനെ അറിയാം, തിമത്തിയോസ് ഇത്രയും പ്രവചനം കേട്ടെന്ന്. മോനെ, നീ കേട്ട പ്രവചനത്തിനനുസരിച്ച് ചിലത് ഞാൻ നിന്നോട് 1ാമത്തെ ലേഖനം തിമത്തിയോസിന് എഴുതുന്ന ഫസ്റ്റ് ലെറ്ററാ, 17 വയസ്സേ ഉള്ളൂ. തിമത്തിയോസ് അനുസരിച്ചോ? ഉറപ്പായിട്ടും അനുസരിച്ചു. അതുകൊണ്ടാണ് 2ാമത്തെ ലെറ്റർ വീണ്ടും എഴുതേണ്ടി വന്നേ. 2ാമത്തെ ലെറ്റർ എഴുതിയപ്പോൾ തിമത്തിയോസ് വെറും 16 വയസ്സുള്ള ചെറുക്കനല്ല, 60,000 വിശ്വാസികളുടെ പാസ്റ്ററാ. അനുസരിച്ചാൽ മഹത്വം നിൽക്കും, അനുസരിച്ചാൽ മഹത്വം സസ്റ്റെയിൻ ചെയ്യും. ഒബീഡിയൻസ് ഈസ് ദ കീ ഓഫ് ഗ്ലോറി. അനുസരണമാണ് മഹത്വത്തിന്റെ താക്കോൽ.